അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ഈ ഒരു ആയത്തിനെ 45 വട്ടം ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. തിങ്കളാഴ്ച രാവിൻ്റെ മഹത്വം ഞാൻ ഇതിൽ പറയുന്നില്ല. മറ്റു മുമ്പുള്ള പല വീഡിയോകളിലും തിങ്കളാഴ്ച രാവിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുണ്യം നിറഞ്ഞിട്ടുള്ള ഈ ഒരു മാസത്തിലെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള കടന്നു വരുന്ന ഈ ഒരു രാവിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ട് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഖുർആനിലെ ഈ ഒരു ആയത്തിനെ 45 വട്ടം നമ്മളെല്ലാവരും ഇന്ന് ചൊല്ലുക. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഈ രാവിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ട് ഈ ആയത്തിനെ 45 വട്ടം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളെന്ന് പറയുന്നത് കടങ്ങൾ പെട്ടെന്ന് വീട്ടിത്തീരും. രോഗങ്ങൾ നമ്മളെ തൊട്ട് അല്ലാഹു തആല ഇല്ലാതെയാക്കും. അപകടങ്ങളും ആപത്തുകളും മുസീബത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കരിയിച്ച് കളയും. അങ്ങനെ ഒട്ടനവധി നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടും. നമ്മുടെ ലക്ഷ്യം നിറവേറിക്കിട്ടും. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും നമുക്ക് സഫലീകരിച്ച് കിട്ടും. ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ദിവസത്തിൻ്റെ ഈ ഒരു പുണ്യരാവിനെ നിങ്ങൾ വെറും കുറഞ്ഞ സമയം നിങ്ങൾ ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കൂ. നമ്മളെല്ലാവരും ഓതേണ്ട ആയത്ത് ഇതാണ്: ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഈ ഒരു ആയത്തിനെ 45 തവണ നമ്മൾ എണ്ണം പിഴക്കാതെ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. ഏത് ആവശ്യവും നിങ്ങൾക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾക്കത് കബൂലായി കിട്ടുന്നതാണ്. മുത്തുനബി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, തിങ്കളാഴ്ച രാവിൽ ഈ ഒരു ആയത്തിനെ ആരെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് 45 വട്ടം ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ ഏത് ആഗ്രഹമാണോ ആ ഒരു സമയത്ത് നിലനിൽക്കുന്നത്, ആ ഒരു ആഗ്രഹം അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കും എന്നത് ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും ഈ ഒരു ആയത്തിനെ ഇന്നത്തെ രാവിൽ ഓതുവാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക. അസ്സലാമു അലൈക്കും.